കറന്റ് ബില്ലും ഒടുവിൽ യൂണിവേഴ്സിറ്റി ഫീസും വരെ ഞാൻ തന്നെയാണ് അടക്കുന്നത്. അതുവരെ പുസ്തകത്തിൽ മുഖം പോയി തിരിക്കുകയായിരുന്നു അവന്. മേഘ്നയുടെ വാക്കുകൾ കേട്ടതും അവളുടെ മുഖം സങ്കടം കൊണ്ട് വാടി. പക്ഷേ അവൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? അവളുടെ വീട്ടിൽ നിന്ന് ഇതുവരെ പണമൊന്നും അയച്ചിട്ടില്ല. മേഘനയുടെ അടുത്തു നിന്ന് കടം വാങ്ങിയാണ് അവളിപ്പോൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഡി, ഞാൻ ഇന്നും വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ കൃഷിയൊക്കെ പാടെ നശിച്ചു പോയത്രേ. വിളനാശം ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് പണം അയച്ചു തരാൻ കഴിയാതെ പോയത്. പ്ലീസ് കുറച്ചുകൂടി ക്ഷമിക്ക്. അച്ഛൻ പണം അയച്ച ഉടനെ നിന്റെ പൈസയല്ല ഞാൻ തിരിച്ചു തന്നേക്കാം. അവൻ ഇതുവരെ ആരുടെയും മുന്നിൽ കൈ നീട്ടിയില്ലാത്തവളാണ്. പക്ഷേ കൃഷി നശിച്ചു കാരണം മേഘ്നയുടെ മുന്നിൽ ഇങ്ങനെ യാചിക്കേണ്ട അവസ്ഥയായ അവളുടെ ആ കരച്ചിൽ മുഖം കണ്ട് മേഘനക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും എത്ര നാളെന്ന് കരുതിയാണ് അവൾക്ക് ഈ ചിലവുകളെല്ലാം താങ്ങാൻ കഴിയുക? അവൾ തന്നെ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടിയാണ്. പോരാത്തതിന് ഒരു ഹോട്ടലിൽ രാത്രി ജോലി ചെയ്താണ് സ്വന്തം ചിലവുകൾ നോക്കുന്നത്. എന്നാൽ കുറച്ചു മാസങ്ങളായി അവനിയുടെ ചിലവുകൾ കൂടി നോക്കേണ്ടി വന്നതോടെ അവൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഒടുവിൽ അവളുടെ സ്വന്തം യൂണിവേഴ്സിറ്റി ഫീസ് പോലും അടക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി. അവനി ഒരു വലിയ കെട്ടിടത്തിന് മുന്നിൽ നിൽക്കുകയാണ്. കയ്യിൽ ഒരു ഫയലുമേന്തി വളരെ ആത്മവിശ്വാസത്തോടെയാണ് അവളെ കാണപ്പെടുന്നത്. അവൾ പതുക്കെ നടന്ന് ലിഫ്റ്റ് വഴി നിലയിലെത്തി. അവളൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വന്നതാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും കാരണം മടുത്തിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തണമെന്ന് അവൾ ഉറപ്പിച്ചത്. ഇനി എന്തായാലും മേഘനയുടെ തലയിൽ ഒരു ഭാരമാകാൻ അവൾ ആഗ്രഹിച്ചില്ല. കാരണം മേഘനക്കും അവളുടേതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കാണുമല്ലോ. അതൊക്കെ നോക്കേണ്ടത് അവളല്ലേ. അവനി തൻ്റെ ചിന്തകളൊക്കെ മാറ്റിവെച്ചു അവൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വലിയ തിരക്കിലായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇൻ്റർവ്യൂവിനായി വന്നിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഇവിടെ തനിക്കൊരു ജോലി കിട്ടുകയെന്നത് അസാധ്യമാണെന്ന് അവൾക്കൊരു നിമിഷം തോന്നിപ്പോയി. ഇത്രയും വലിയ കൂട്ടത്തിൽ നിന്ന് ജോലി ഒപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം തന്നെ നടക്കണം. എങ്കിലും ഭാഗ്യമൊന്ന് പരീക്ഷിച്ച് കളയാമെന്ന് അവൾ കരുതി. എപ്പോഴും വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ തൻ്റെ ബാഗും ഫയലും ഒക്കെ ഒതുക്കി വെച്ച് അവിടെയുള്ളൊരു സോഫയിലിരുന്നു. അവിടെ നോക്കിയപ്പോയേക്കും ഒരുപാട് പെൺകുട്ടികൾ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരുങ്ങിയിരിപ്പുണ്ട്. അവളുടെ നോട്ടം യാദൃശ്ചികമായി സ്വന്തം വസ്ത്രങ്ങളിലേക്ക് നീണ്ടു. ഒരു സാധാരണ കറുത്ത കുർത്തയും അതിന് താഴെ വെള്ള പാൻറ്റും വെള്ള ദുപ്പട്ടയുമാണ് അവൾ ധരിച്ചിരുന്നത്. പക്ഷേ ആ സിമ്പിൾ ലുക്കിൽ അവൾ എത്രത്തോളം ഭംഗിയും ആകർഷണീയതയുമുള്ളവളായിട്ടാണ് കാണപ്പെടുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. വന്നിരുന്ന പെൺകുട്ടികളിൽ നിന്നെല്ലാം അവൾ തികച്ചും വ്യത്യസ്തയും പ്രത്യേകമുള്ളതുമായി തോന്നിപ്പിച്ചു. എന്നിട്ടും അവളുടെ മനസ്സിൽ ഒരുതരം അപകർഷതാബോധം തോന്നി. അവൾ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. ഉപരിപഠനത്തിനാണ് ഈ സിറ്റിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നഗരത്തിലെ ശീലങ്ങളോ ഇവിടുത്തെ ഫാഷനുകളോ ഒന്നും ഇതുവരെ വഴങ്ങിയിരുന്നില്ല. അവൾ എപ്പോഴും അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അവൾ അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മേലേക്ക് കുറച്ച് വെള്ളത്തുള്ളികൾ വീണു. അവൾ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് നിന്നു. അവൾക്ക് മുന്നിലായി രണ്ട് പെൺകുട്ടികൾ കൈകൊണ്ട് വായി പൊത്തിപ്പിടിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് വല്ലാത്ത അപമാനം തോന്നി. ക്ഷമിക്കണം, അബദ്ധത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് കൈവിട്ടു പോയതാണ്. ആ വെള്ളം നിങ്ങളുടെ മേൽ വീണു. ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ ക്ഷമ ചോദിച്ചു. പക്ഷേ അവളുടെ മുഖത്ത് എവിടെയും താൻ ചെയ്തത് തെറ്റാണെന്ന ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, അവന് ബുദ്ധിമുട്ടുന്നത് കണ്ട് അവൾ സന്തോഷിക്കുകയായിരുന്നു. സാരമില്ല എന്ന് പറഞ്ഞ് അവന് ആ വിഷയം അവിടെ കൊണ്ട് വിട്ടു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് ആ രണ്ടു പേരോടും കടുത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവർ ഇങ്ങോട്ട് വന്നത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനല്ല, വെറുതെ സമയം കളയാൻ വന്നതുപോലെയാണ് തോന്നിയത്. അവളൊന്നും മിണ്ടാതെ പുറത്തിറങ്ങി കോറിഡോറിൽ വന്നു നിന്നു. അവിടെയും ആയിരക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും തങ്ങളുടെ ഊഴത്തിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ അത്രയും തിരക്കായതുകൊണ്ട് ആളുകളുടെ മേൽ തട്ടാതിരിക്കാൻ അവൾ ഒതുങ്ങി മാറിയാണ് നിന്നത്. അവൾ അവിടെ നിന്ന് അധിക നേരമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആരോ ഒരാൾ അവളുടെ തോളിൽ ബലമായി തള്ളിമാറ്റിക്കൊണ്ട് വേഗത്തിൽ മുന്നോട്ട് നടന്നുപോയി. അതുവരെ ക്ഷമയോടെ ഇരുന്ന അവനിയുടെ നിയന്ത്രണം അതോടെ കൈവിട്ടുപോയി. നോക്കി നടന്നൂടെ? കണ്ണു കണ്ടൂടെ തനിക്ക്? അവൾ അയാളുടെ പുറകിൽ നിന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു. ആ ശബ്ദം കേട്ടതും മുന്നോട്ട് നടക്കുകയായിരുന്ന അയാൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു രൂക്ഷമായി നോക്കി അവളുടെ അടുത്തേക്ക് വന്നു. എന്താ നീ പറഞ്ഞേ? തനിക്ക് കണ്ണു കണ്ടൂടെന്ന്? താനല്ലേ ഇപ്പോൾ എന്നെ തള്ളി മാറ്റിപ്പോയേ? എന്നിട്ടിപ്പോൾ എൻ്റെ നേർക്ക് വരുന്നു.
അവിടെ ജോലിയൊന്നും എടുത്തു വച്ചിട്ടില്ല. അങ്ങോട്ട് ഉന്തിത്തള്ളിപ്പോയിട്ട്. അവൾ സഹിക്കട്ട്. ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വിക്രം, നീ ഇനിയും ഇവിടെ തന്നെ നിൽക്കുകയാണോ? വേഗം വാ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇന്റർവ്യൂ തുടങ്ങണം. വരുൺ അവൻ്റെ അടുത്ത് വന്ന് ധൃതിയിൽ പറഞ്ഞു. അവർ രണ്ടുപേരും ബിസിനസ് പങ്കാളികൾ മാത്രമല്ല, വളരെ നല്ല സുഹൃത്തുക്കൾ കൂടിയായിരുന്നു. വരുൺ കുറേ നേരമായി ഇന്റർവ്യൂവിന് വേണ്ടി അവിടെ തന്നെ കാത്തിരിക്കുകയാണ്. വിക്രം വർമ്മ അവളെ നിരൂക്ഷമായി നോക്കിയിട്ട് വരുൺ വിളിച്ചതും അവൻ്റെ കൂടെ അകത്തേക്ക് പോയി. അവനെ മാത്രം അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. യഥാർത്ഥത്തിൽ താൻ എന്താണ് ചെയ്തതെന്ന് അവൾക്കൊരു പിടിയും കിട്ടിയില്ല. ദൈവമേ, എന്നോട് എന്തൊരു ചതിയാണ്. ഇയാൾ ഈ കമ്പനിയുടെ മുതലാളിയായിരുന്നു. അവൾ സ്വയം പിറുപിറുത്തു. ഈ ജോലി കൈവിട്ടു പോയതുപോലെ അവൾക്ക് തോന്നി. അവൾ നിരാശയോടെ പുറകോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം അവളെ തടഞ്ഞു. മാഡം, നിങ്ങളെ സാർ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ദയവായി വരൂ. റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന സെക്രട്ടറി അവളെ വിവരം അറിയിച്ചു. എന്തിന്? എന്നെ അപമാനിച്ച് പുറത്താക്കാനാണോ വിളിക്കുന്നത്? അവളുടെ വായിൽ നിന്ന് അറിയാതെ വാക്കുകൾ പുറത്തു വന്നു. അടുത്തു നിന്നതൊക്കെ കൗതുകത്തോടെ നോക്കി കൊണ്ടിരുന്ന ചില ആൺകുട്ടികൾ അവൾ പറഞ്ഞത് കേട്ട് ഉറക്കെ ചിരിച്ചു. എന്നാൽ അവൾ ദേഷ്യത്തോടെ നോക്കിയതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു. അല്ല മാഡം, ഇന്റർവ്യൂവിന് വേണ്ടി തന്നെയാണ് വിളിച്ചത്. നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, വരൂ. അവനൊരു ദീർഘശ്വാസം എടുത്ത് അവരുടെ കൂടെ അടുത്തേക്ക് തന്നു. അവൾ അകത്തേക്ക് ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും ലാപ്ടോപ്പിൽ എന്തോ ജോലിയിലായിരുന്നു. അവൾ അകത്തേക്ക് വരുന്നത് കണ്ടതും വിക്രം തൻ്റെ നോട്ടം മുഴുവൻ അവളിലേക്ക് തിരിച്ചു. അവൾ അടുത്തുള്ള കസേരയിൽ കാണാമായിരുന്നു. ഹലോ മാഡം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ഒന്നിങ്ങോ തരാമോ? വിക്രം അവളെ നോക്കി ചെറുതായെന്ന് പരിഹസിക്കുന്ന മട്ടിൽ ചോദിച്ചു. അവന് വേഗം തന്നെ തൻ്റെ ഫയൽ അവൻ്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. അതിൽ അവളുടെ യോഗ്യതകളും മറ്റ് പ്രധാനപ്പെട്ട രേഖകളും എല്ലാം കൃത്യമായി ഉണ്ടായിരുന്നു. വിക്രം ആ പേപ്പറുകളെല്ലാം വിശദമായി പരിശോധിച്ചു. മനസ്സിനുള്ളിൽ അവളുടെ വിദ്യാഭ്യാസത്തെയും കഴിവിനെയും കുറിച്ച് അവന് വലിയ മതിപ്പ് തോന്നി. എങ്കിലും പുറത്ത് നടന്ന ആ വഴക്ക് കാരണം അവൾക്കെതിരെ അവൻ്റെ മനസ്സിൽ ചെറിയൊരു മോശം അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നാളെ മുതൽ ജോലിയിൽ പ്രവേശിക്കാം. ശമ്പളം 50,000-ന് മുകളിലുണ്ടാകും. അപ്പോയിൻമെൻ്റ് ലെറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അവൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. തന്നോടൊന്നും ചോദിക്കാതെ, ഒരു ചോദ്യം പോലും ഉന്നയിക്കാതെ ഇത്ര എളുപ്പത്തിൽ ഇയാൾ എങ്ങനെയാണ് ജോലി തന്നത്? കാണുമ്പോൾ നല്ല അഹങ്കാരിയും ഗൗരവമുള്ളവനായാണ് തോന്നുന്നത്. എങ്കിലും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവന് കരുതി. എന്തായാലും ജോലി കിട്ടിയല്ലോ, അത് തന്നെ അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ശരി സാർ, വളരെ നന്ദി. അവൾ വേഗത്തിൽ പറഞ്ഞു തീർത്ത് സീറ്റിൽ നിന്നും എഴുന്നേറ്റു. വിക്രം വർമ്മ അവൾ നടന്നു പോകുന്നത് നോക്കി നിന്നു. അയാളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പരിഹാസച്ചിരി മിന്നി മറഞ്ഞു. താൻ അറിയാതെ തന്നെ വളരെ ശാഠ്യക്കാരനായ ഒരാളോടാണ് വഴക്കിട്ടതെന്ന കാര്യം അവൾക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാൻ പോവുകയായിരുന്നു. മേഘന, എനിക്ക് ജോലി കിട്ടി. അവൾ തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ മേഘനക്കും വലിയ ആശ്വാസം തോന്നി. ഹാവു, ഇനി നിന്റെ റെന്റ് കൊടുക്കണ്ട ഭാരത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയല്ലോ. മേഘന ചിരിച്ചുകൊണ്ട് അല്പം കളിയാക്കി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. എനിക്കറിയാം, എനിക്ക് ജോലി കിട്ടിയാൽ മറ്റാരേക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് നീയായിരിക്കുമെന്ന്. അവൾ പിണങ്ങി കോപത്തോടെ പറഞ്ഞപ്പോൾ മേഘന ചിരിക്കുകയേ ചെയ്തുള്ളൂ. അതെ, നീ പറഞ്ഞത് സത്യമാണ്. നീ ഭയങ്കര ദീർഘവീക്ഷണമുള്ളവളാ. എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അവൾ കള്ളക്കലിപ്പോൾ അടുത്തിരുന്ന് തലയണെടുത്ത് മേഘനയുടെ മുഖത്തേക്ക് എറിഞ്ഞു. മേഘന അത് വളരെ നൈസായി പിടിച്ചെടുത്തു. എടി പൊട്ടിപ്പെണ്ണെ, ഇത്രയും നല്ലൊരു ദിവസമായിട്ട് എന്തെങ്കിലും മധുരം വാങ്ങിത്തരികയോ അല്ലെങ്കിൽ നല്ലത് മാത്രം വെച്ചുണ്ടാക്കി തരികയോ ചെയ്യേണ്ടതിന് പകരം നീ എന്നെ തല്ലുകയാണോ? മേഘനയുടെ ചോദ്യം കേട്ടാൽ ഉറക്കെ ചിരിച്ചുപോയി. ശരി ശരി, ഇന്ന് ഞാൻ എൻ്റെ കൈകൊണ്ട് നല്ലൊരു ഫുഡ് ഉണ്ടാക്കിത്തരാം. അവൾ പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. അതോടെ മേഘനയ്ക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അവൾ അടുക്കളയിലേക്ക് കയറുന്നത് തന്നെ വളരെ കുറവായിരുന്നു. അപ്പോഴാണ് മേഘനയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഹായ്, സുഖമാണോ? ഞാൻ സുഖമായിരിക്കും, നീ പറയ്. നിനക്ക് എങ്ങനെയുണ്ട്? അവൻ്റെ ശബ്ദം കേട്ട ഉടനെ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് സംസാരിക്കുന്നത്. ഞാനും സുഖമായിരിക്കുന്നു. പക്ഷേ അടുത്തായി നിന്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. വരുൺ വളരെ ആകുലതയോടെ പറഞ്ഞു. അതെയോ സാർ, എന്നെ എന്തിനാണ് ഇത്രയധികം ഓർക്കുന്നത്? അവൾ ചെറുതായി ചിരിച്ചു. നമ്മൾ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. നിനക്ക് എന്നെ ഒന്നും കാണാൻ ഒട്ടും സമയം കിട്ടുന്നില്ലല്ലോ. വരുൺ അല്പം പരിഭവത്തോടെ പറഞ്ഞു.
കണ്ടിട്ടിപ്പോൾ എന്താ, ഫോണിൽ സംസാരിക്കുന്നുണ്ടല്ലോ. വരുണിൻ്റെ ആ പരിഭ്രമം കണ്ട് മേഘന അവനെ ചെറുതായിട്ടൊന്ന് കളിയാക്കി. വരുണിനുള്ളിൽ ചെറിയൊരു നിരാശ തോന്നി. അവർ അവസാനമായി കണ്ടുമുട്ടിയത് അവൾക്ക് ഓർമ്മ വന്നു. വരുണിനെ കാണാൻ അവളുടെ മനസ്സും അത്രമേൽ തുടിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ അവളുടെ ജീവനല്ലേ. നമുക്കൊന്ന് തന്നെ കാണാം, കാരണം അത് കഴിഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടതുണ്ട്. എത്ര ദിവസത്തേക്കാണ് പോകുന്നത്? വീണ്ടും എപ്പോഴാണ് തിരിച്ചു വരിക? ഒരാഴ്ച എടുക്കും. ഞാൻ ഇപ്പോഴാണ് ജോലി കഴിഞ്ഞ് ഫ്രീ ആയത്. കുറച്ച് കഴിഞ്ഞാൽ നിന്നെ ഫോൺ ചെയ്യാം. അപ്പോൾ നീയും ഇറങ്ങിക്കോ, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു. മേഘന, നീ എങ്ങോട്ടായി പോകുന്നത്? അവൾ ഒരുങ്ങുന്നത് കണ്ട് അവന് ചോദിച്ചു. അവൾ അപ്പോഴാണ് പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞ് ഫ്രീ ആയത്. ഞാൻ വരുണിനെ കാണാൻ പോവുകയാണ്. അവൻ കുറച്ച് ദിവസത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണത്രേ. കണ്ണുകളിൽ മസ്കാര എഴുതിക്കൊണ്ട് അവൾ പറഞ്ഞു. അങ്ങനെയോ? അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാസ്തയുടെ കാര്യമോ? 1 മണിക്കൂർ സമയമെടുത്ത് താൻ ഉണ്ടാക്കിയ പാസ്തയെക്കുറിച്ചോർത്ത് അവനിക്ക് വിഷമം തോന്നി. അയ്യോ, അതിനിപ്പോൾ എന്താ, ഞാൻ തിരിച്ചു വന്നിട്ട് തിന്നോളാം. ഇപ്പോൾ എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മേഘന വേഗം തൻ്റെ ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി. പുറകിൽ നിന്ന് അവളെ മനസ്സിൽ ശപിച്ചുകൊണ്ട് നിന്നു. അതിനുശേഷം അവൾ തന്നെ ഒരു പ്ലേറ്റിൽ പാസ്ത വിളമ്പി കൂടെ ഒരു ഗ്ലാസ് തണുത്ത പാനീയവും എടുത്തു വെച്ച് ഒരു ദീർഘശ്വാസം എടുത്ത് തനിയെ തിന്നാനായിരുന്നു. അവന് ഇതുവരെ വരുണിനെ നേരിട്ട് കണ്ടിട്ടില്ല. അവർ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മേഘനയുടെ നിശ്ചയം കഴിഞ്ഞിരുന്നു. അതിനുശേഷവും വരുണിനെ കാണാനുള്ള ഒരു അവസരവും അവൾക്ക് കിട്ടായിരുന്നില്ല. ഒരുപക്ഷെ അവൾക്ക് എപ്പോഴെങ്കിലും വരുണിനെ കാണാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം അവൾ അവനെ തീർച്ചയായും തിരിച്ചറിയുമായിരുന്നു. ഓഫീസിൽ അവനിയുടെ ആദ്യ ദിവസം. ശരി, അകത്തേക്ക് വരും. വിക്രം ലാപ്ടോപ്പിൽ തൻ്റെ ജോലി ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. അനുവാദം കിട്ടിയ ഉടനെ അവനി അല്പം മടിയോടെ അകത്തേക്ക് കയറി വന്നു. വിക്രം തല തിരിച്ചു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് അവനിയാണ്. വിക്രം അവളെ മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് നോക്കി. അവൾ അല്പം പരിഭ്രമത്തിലും ആശയക്കുഴപ്പത്തിലും ഉള്ളതുപോലെ തോന്നി. സ്വാഗതം മാഡം, വരൂ, ഇരിക്കൂ, അവൻ അല്പം പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവന് മുന്നിലുള്ള കസേരയിൽ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ തയ്യാറാണോ? വിക്രം അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. തയ്യാറായത് കൊണ്ടല്ലേ വന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വരുമോ? അവൾ സ്വയം പിറുപിറുത്തു. പക്ഷേ ആ വാക്ക് വിക്രമിന് വ്യക്തമായി കേൾക്കാൻ പറ്റിയില്ല. ക്ഷമിക്കണം, എന്തു പറയുകയാണെങ്കിലും അല്പം ഉറക്കെ പറയൂ. അവൾ അങ്ങനെ ഉള്ളിൽ പിറുപിറുക്കുന്നത് വിക്രമിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ പൂർണ്ണമായും തയ്യാറാണെന്നാണ് പറഞ്ഞത്, അവൾ പറഞ്ഞു. വിക്രം ഒരു ദീർഘശ്വാസം എടുത്തു. ശരി, അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ചുമതലകൾ നോക്കിക്കോളൂ. ഞാൻ നിങ്ങളെ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി നിയമിച്ചിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കണം. മീറ്റിങ്ങുകൾ, ക്രമീകരണം, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അവൻ്റെ വാക്കുകൾ കേട്ടതും അവനുടെ നെഞ്ചൊരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി. അവൻ തന്നെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടാണ് നിയമിക്കാൻ പോകുന്നത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അവർ എത്ര പണം തരാമെന്ന് പറഞ്ഞാലും അവൾ ഈ ജോലിക്ക് സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വരെ നിന്ന് പോയി. അതുകൊണ്ട് ഇനി ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ജോലി ചെയ്യാതെ വേറെ വഴിയില്ല. കാരണം അവൾക്ക് ഇതിലും നല്ലൊരു മാർഗം മുന്നിലില്ലല്ലോ. ശരി, കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായല്ലോ അല്ലേ? ജോലിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വിശദീകരിച്ച ശേഷം അവൻ അവസാനം ചോദിച്ചു. പക്ഷെ അവൾ അത്ഭുതത്തോടെയും ആകുലതയോടെയും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ചിന്തകളിൽ നിന്നുണർന്ന് അവൻ വേഗത്തിൽ പറഞ്ഞു. അതെ സാർ, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളൊട്ടും പേടിക്കേണ്ട. നിങ്ങൾക്കൊരു പരാതിക്കും ഞാൻ ഇടവരുത്തില്ല. ശരി, തനിക്ക് പോകാം. ബാക്കി കാര്യങ്ങളൊക്കെ മാനേജർ രോഹിത് പറഞ്ഞു തരും. വിക്രം പറഞ്ഞു തീർത്തതും അവൾ വേഗം പുറത്തേക്കിറങ്ങി. മാനേജർ രോഹിത് അവളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം വിശദീകരിച്ച് ഓഫീസൊക്കെ ചുറ്റിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് വിക്രമിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ക്യാബിൻ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. ശരി അവനി, ഇതാണ് നിങ്ങളുടെ ക്യാബിൻ. ഇനി മുതൽ ഇവിടെ ഇരുന്നാണ് ജോലി ചെയ്യേണ്ടത്. വളരെ ലളിതവും എന്നാൽ മനോഹരമായി അലങ്കരിച്ചതുമായിരുന്നു ആ മുറി. അവനി തൊട്ടടുത്തുള്ള കസേരയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് വെച്ചു. എന്നിട്ട് ആ ക്യാബിൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവിടെ ഒരു കമ്പ്യൂട്ടറും കുറച്ച് ഫയലുകളും റൈറ്റിംഗ് പാഡും ആവശ്യമുള്ള മറ്റ് സാധനങ്ങളുമെല്ലാം കൃത്യമായി വെച്ചിട്ടുണ്ടായിരുന്നു. മാനേജർ ബാക്കി വിവരങ്ങളും പറഞ്ഞ് അവിടെ നിന്ന് പോയി. എന്തൊരു ഭംഗിയാണ് ഈ ക്യാബിൻ കാണാൻ. ഓരോ സാധനങ്ങളും തൊട്ടു നോക്കിക്കൊണ്ട് അവനെ മനസ്സിൽ വിചാരിച്ചു. അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ ജോലി അനുഭവമായിരുന്നു അത്. അവൾ വളരെ ശാന്തമായി കസേരയിലിരുന്ന്
തൻ്റെ ബാഗിൽ നിന്നും ഫോണെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അപ്പോഴാണ് ഓഫീസിലെ ഒരു ജീവനക്കാരൻ വന്ന് വിക്രം പറഞ്ഞ കാര്യം അറിയിച്ചത്. മേഡം, സാറിനൊരു കപ്പ് കാപ്പി ഉണ്ടാക്കി ഉള്ളിലേക്ക് കൊണ്ടുചെല്ലാൻ സാർ പറഞ്ഞിട്ടുണ്ട്. അവൾ വന്നിരുന്നിട്ട് കുറച്ച് സമയം പോലും ആയിട്ടുണ്ടായിരുന്നു. അവൾ വളരെ നിഷ്കളങ്കമായി തനിയെ പിറുപിറുത്തു. അവൾ പിറുപിറുക്കുന്നത് കേട്ട ആ ജീവനക്കാരൻ കാര്യം വിശദീകരിച്ചു കൊടുത്തു. അതെ മേഡം, അസിസ്റ്റന്റ് ജോലി എന്ന് പറഞ്ഞാൽ ബോസിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം നോക്കൽ കൂടിയാണ്. അതിൽ കാപ്പി ഉണ്ടാക്കുന്നതുമൊക്കെ പെടും. അവർക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളോടായിരിക്കും ചോദിക്കുക. ഞാൻ എന്തിനാ കാപ്പി ഉണ്ടാക്കുന്നത്? ഞാൻ അവരുടെ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ലല്ലോ. എന്നെ ഇവിടെ അസിസ്റ്റൻ്റായിട്ടല്ലേ എടുത്തത്. അവൾ കാപ്പി ഉണ്ടാക്കാൻ വിസമ്മതിച്ചു. ആദ്യത്തെ ജോലി ആയതുകൊണ്ട് തന്നെ ഈ ജോലിയുടെ സ്വഭാവത്തെക്കുറിച്ച് അവൾക്ക് വലിയ ധാരണയില്ലായിരുന്നു. മാഡം, ഇക്കാര്യം നിങ്ങൾ തന്നെ നേരിട്ട് പോയി സാറിനോട് സംസാരിക്കും. അദ്ദേഹത്തിന് മാത്രമേ ഇതിന് കൃത്യമായി മറുപടി തരാൻ കഴിയൂ എന്ന് വളരെ അലക്ഷ്യമായി ചുമൽ കുലുക്കിക്കൊണ്ട് ആ ജീവനക്കാരൻ പറഞ്ഞുപോയി. അഹങ്കാരി അന്ന് ഞാനുമായിട്ടുള്ള വഴക്കിന് മനഃപൂർവ്വം പ്രതികാരം തീർക്കുകയാണ്, അവൾ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അവൾക്ക് ആ ജോലി വളരെ ആവശ്യമായിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ കാപ്പി ഉണ്ടാക്കാൻ പോയി. ഇവിടെയുള്ള നിയമങ്ങൾ അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ല, ഇല്ലെങ്കിൽ പുറത്താക്കും. അവൾ വേഗം വേഗം കാപ്പി തയ്യാറാക്കി വിക്രമിൻ്റെ മുറിക്ക് മുന്നിലെത്തി. വാതിലിനരികെ നിന്നുകൊണ്ട് അവൾ ചോദിച്ചു, സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അവൾ വാതിൽക്കൽ നിന്ന് വന്ന് അനുവാദം ചോദിച്ചു. ആ വാ. വിക്രം അവളെ നോക്കി അനുവാദം നൽകിയിട്ട് വീണ്ടും അവളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ കയ്യിൽ ഒരു കപ്പ് കാപ്പിയുടെ ട്രേയുമായി അവൻ്റെ അകത്തേക്ക് വരികയാണ്. സാർ, നിങ്ങളുടെ കാപ്പി. അവൾ ആ കപ്പ് അവൻ്റെ മുന്നിലുള്ള മേശപ്പുറത്ത് വെച്ചു. ശരി, നിനക്ക് പോകാം. അവൻ അങ്ങനെ പറഞ്ഞിട്ട് കാപ്പി കപ്പ് ചുണ്ടോടടുപ്പിച്ചു. അവളുടെ കാലടികൾ പുറത്തേക്ക് നീങ്ങി. നിൽക്ക്. അവൾ വാതിനടുത്തെത്തിയപ്പോഴേക്കും വിക്രമിൻ്റെ ഗംഭീരമായ ശബ്ദം കേട്ട് അവളുടെ കാലുകൾ അവിടെ തന്നെ നിശ്ചലമായി. ഈ കാപ്പി നീ തന്നെയാണോ ഉണ്ടാക്കിയത്? നിനക്ക് ശരിക്കും കാപ്പി ഉണ്ടാക്കാൻ അറിയില്ലേ? അവൻ വളരെ കടുത്ത സ്വരത്തിൽ അവളോട് ചോദിച്ചു. സത്യത്തിൽ കാപ്പി വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നടന്ന വഴക്കിൻ്റെ ദേഷ്യം അവളോട് ഇങ്ങനെ തീർക്കണമെന്ന് അവൻ കരുതിക്കൂട്ടി തീരുമാനിച്ചതായിരുന്നു. സാർ, ഞാൻ വേറൊരു കപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാം. അവൾ അല്പം പേടിയോടെ വേഗം ആ കപ്പ് എടുക്കാൻ പോയി. പക്ഷേ വിക്രം ആ കപ്പ് തൻ്റെ വശത്തേക്ക് വലിച്ചു മാറ്റി. അതൊന്നും വേണ്ട, ആദ്യം പോയി നല്ല രീതിയിൽ കാപ്പി ഉണ്ടാക്കാൻ പഠിക്കും. വിക്രം അത് പറഞ്ഞുകൊണ്ട് ആ കപ്പ് മേശപ്പുറത്തേക്ക് ദേഷ്യത്തോടെ വെച്ചു. അതോടെ അവൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോയി. സാർ, ഞാൻ എനിക്ക് കഴിയുന്ന പരമാവധി നന്നായിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അവൾ വളരെ ദയനീയമായി പറഞ്ഞു. എനിക്ക് നിന്റെ മറുപടിയൊന്നും കേൾക്കേണ്ടതില്ല, നിനക്ക് പോകാം. മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് നിസ്സഹനായി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. വിക്രമിൻ്റെ അഹങ്കാരത്തിന് അത് വലിയൊരു തൃപ്തി നൽകി. അത്രയും ചെറിയൊരു പെൺകുട്ടി അന്ന് തൻ്റെ മുന്നിൽ അത്രയും ധൈര്യത്തോടെ എതിർത്ത് സംസാരിച്ചല്ലോ. ഇന്ന് അവൾ ഇത്രയും നിസ്സഹനായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം തോന്നി. നീ വിക്രമവർമ്മയുടെ മുന്നിൽ ആവശ്യമില്ലാതെ സംസാരിച്ച് വലിയൊരു തെറ്റാണ് ചെയ്തത്. ആരുടെ മുന്നിലാണ് ഉച്ചത്തിലൊന്ന് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടാത്തത്? അങ്ങനെയുള്ള ഒരാളുടെ മുന്നിലാണ് നീ ഇത്രയും അഹങ്കാരത്തോടെ സംസാരിച്ചത്. ഇതിൻ്റെ ഫലം നീ എന്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യും, അവൻ ദേഷ്യം കൊണ്ട് ഉരുകിക്കൊണ്ട് മനസ്സിൽ വിചാരിച്ചു. അവൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവളുടെ മൂടൊട്ടും ശരിയല്ലായിരുന്നു. അത് മേഘന ശ്രദ്ധിച്ചു. എന്ത് പറ്റി അവനി? നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ഓഫീസിലെ ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. എന്താ അങ്ങനെ പോയി? അവൾ ആ വിഷയം മാറാൻ നോക്കി. പക്ഷെ മുന്നിൽ നിൽക്കുന്നത് മേഘനയല്ലേ? അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലെന്താണെന്ന് മേഘന കണ്ടുപിടിച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സത്യം പറ, ഓഫീസിൽ എന്താ ഉണ്ടായത്? നിന്റെ മൂടെന്ത് എത്ര മോശം? മേഘന നിർബന്ധിച്ച് ചോദിച്ചു. ആ അഹങ്കാരി ഉള്ളപ്പോൾ എല്ലാം എങ്ങനെ ശരിയാവാനാ? എൻ്റെ ബോസ് ഇല്ലേ, അവൻ ഒന്നാം നമ്പർ അഹങ്കാരി ഗർവിഷ്ഠനുമാണ്. അദ്ദേഹം ആദ്യ ദിവസം തന്നെ എങ്ങനെ നോക്കി ഭയങ്കരമായി അലറി. അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തി. ഇത് പറഞ്ഞപ്പോഴേക്കും മേഘനയുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. അവൾക്ക് കാര്യമൊക്കെ മനസ്സിലായി. അത്രയും അലറി ആ ബോസിൻ്റെ പേരെന്താ? മേഘന അവളുടെ സങ്കടം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നിനക്ക് ആ പേര് അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം? അവനിപ്പോൾ അവളുടെ നേർക്ക് തട്ടിക്കയറി. ഡേയ്, ഒന്ന് പറഞ്ഞേ, എനിക്കൊരു പക്ഷെ അറിയാമായിരിക്കും. കാരണം ഞാൻ ഒരുപാട് കമ്പനികളിൽ ജോലി ചെയ്തതല്ലേ, അതുകൊണ്ട് എനിക്കറിയാൻ ചാൻസ് ഉണ്ട്. വിക്രമവർമ്മ, ആ അഹങ്കാരിയുടെ പേര് അതാണെന്ന്. അവന് മുഖം തിരിച്ച് ആ പേര് പറഞ്ഞതും
മേഘന പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൾക്ക് വിക്രമിനെ നന്നായി അറിയാം. വിക്രം വരുണിൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. അവൾക്ക് അയാളെ വളരെ അടുത്തറിയാം. 2-3 വട്ടം നേരിട്ട് കണ്ടിട്ടുമുണ്ട്. പക്ഷെ മേഘന ഇതുവരെ അവരുടെ ഓഫീസിൻ്റെ അടുത്ത് പോയിട്ടില്ല. കാരണം വരുണിന് അവൾ ജോലി ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ആരോടും പറയാതെ രഹസ്യമായി ജോലി ചെയ്യുന്നത്. വിക്രം വർമ്മ. മേഘന ആ പേര് മനസ്സിൽ ഒരിക്കൽ കൂടി ഓർത്തു. അതെ, അവൻ ഭയങ്കര അഹങ്കാരിയാണ്. അവൻ ആരാണെന്നാണ് അവൻ്റെ വിചാരം? എന്തോ വലിയ മഹാരാജാവാണെന്നാണ് ഭാവം. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിചാരിതമായി അവനുമായി വാക്കുതർക്കമുണ്ടായി. അന്നു മുതൽ അവൻ എന്നോട് ഇങ്ങനെ പ്രതികാരം തീർക്കുകയാണ്. അവന് തൻ്റെ സങ്കടം പറഞ്ഞു. അവന് കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു. മേഘന അവളുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങൾ കണ്ട് ചിരിച്ചുപോയി. ശരി ശരി, സാരമില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. പുതിയ ജോലിയല്ലേ, അതുകൊണ്ടാവും. നിനക്ക് ഇതുവരെ ശീലമാകാത്ത. പതിയെല്ലാം ശരിയാകും. നീ അവനൊരു തെറ്റും കണ്ടുപിടിക്കാനുള്ള അവസരം കൊടുക്കരുത്. അപ്പോൾ അവൻ നിന്നോടൊന്നും പറയില്ല. ഒരു ചെറിയ കുട്ടിയെന്ന പോലെ മേഘന സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവന് ശരിയാണെന്ന മട്ടിൽ തലയാട്ടി. ഓഫീസിൽ അവനി നീ ഈ ഫയലുകളും എടുത്തു ചെന്ന് സാറിനെ കൊണ്ട് ഒപ്പിടിച്ചു വാ. മാനേജർ പറഞ്ഞതനുസരിച്ച് രോഹിത് അവരുടെ ക്യാബിനിലേക്ക് വന്ന് ഫയലുകൾ കൈമാറി. അവൾ തൻ്റെ ജോലി മാറ്റിവെച്ച് ആ ഫയലുകളെല്ലാം വിക്രം വർമ്മയുടെ ഓഫീസിലേക്ക് നടന്നു. അവൾ അകത്തേക്ക് ചെന്നപ്പോൾ അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ വെറുതെ നോക്കി നിന്നു. കുറച്ച് സമയത്തിന് ശേഷം അവൾ ഫോൺ മാറ്റിവെച്ച് അവളുടെ നേർക്ക് തിരിഞ്ഞു. സർ, ഈ ഫയലുകളിൽ നിങ്ങൾക്ക് ഒപ്പ് വേണം. അവൾ വേഗം ഫയലുകൾ അവൻ്റെ മുന്നിലേക്ക് വെച്ചു. വിക്രം പേനയെടുത്ത് ഒപ്പിടാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും അടുത്ത ഫോൺ കോൾ വന്നു. അവനൊരു കൈ കൊണ്ട് ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ച് സംസാരിച്ചു കൊണ്ട് മറുകൈ കൊണ്ട് ആ ഫയലുകളിലെല്ലാം ഒപ്പിട്ട് തീർത്തു. ആ ഒപ്പൊക്കെ കഴിഞ്ഞു, ഇതും കൂട്ടി പോയിക്കോളൂ. വിക്രം തിരക്കിലാണെന്ന് പറഞ്ഞതോടെ അവൾ ആ ഫയലുകളും എടുത്ത് ഓഫീസിന് പുറത്തേക്ക് വന്നു. ഹാവ്, സമാധാനമായി. ആ കരിനാഗൻ്റേത് പോലെ സ്വഭാവമുള്ളയാൾ ഈ തവണ ഒന്നും പറഞ്ഞില്ലല്ലോ. അവൾ പുറത്തു വന്ന ആശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടു. വരും, എൻ്റെ കൂട്ടുകാരെ അവനി നിങ്ങളുടെ ഓഫീസിലാണ് ജോലിക്ക് കയറിയിരിക്കുന്നത്. അവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് മേഘനയ്ക്ക് അവനെക്കുറിച്ച് ഓർമ്മ വന്നതും അവൾ ആ കാര്യം പറഞ്ഞതും. അതെയോ, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്നലെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചെത്തിയത്. അതുകൊണ്ടാവും ഞാൻ അവളെ കാണാതിരുന്നത്. അറിയാം, നീ അവളെ കണ്ടിട്ടുണ്ടാകില്ല. പക്ഷെ അവളിപ്പോൾ വിക്രമിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുകയാണ്. മേഘന അത് പറഞ്ഞപ്പോഴാണ് അവന് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നത്. ഓ, ആ കുട്ടിയാണോ? വളരെ പാവം ഒതുക്കമുള്ളൊരു കുട്ടിയല്ലേ? അതെ, ഞാൻ അവളെ ഇൻ്റർവ്യൂവിൽ ദിവസം കണ്ടിരുന്നു. വിക്രമാണ് അവളുടെ ഇൻ്റർവ്യൂ എടുത്തത്. വരുൺ കാപ്പി കുടിച്ചുകൊണ്ട് പറഞ്ഞു. അതെ അതെ, അവൾ തന്നെ. പക്ഷെ വിക്രമിൻ്റെ പെരുമാറ്റം അവളോട് വളരെ മോശമായാണ്. അവൾ ഓഫീസിൽ ജോലിക്ക് കയറിയിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. എങ്കിലും അവൻ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും അവളെ ശകാരിക്കുകയാണ്. വീട്ടിൽ വരുമ്പോഴേക്കും അവളുടെ മുഖം ആകെ വാടിയിട്ടുണ്ടാകും. അവൾക്ക് ആദ്യമേ വിക്രമിൻ്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൻ മറ്റുള്ളവരെ മനുഷ്യരായി പോലും വിലവെക്കാറില്ല. നിനക്ക് അവൻ്റെ സ്വഭാവം അറിയാമല്ലോ. അവൻ ആദ്യം അങ്ങനെയാണ്. ഓഫീസിലെ ജീവനക്കാർക്കെല്ലാം അവന് വലിയ പേടിയാണ്. എങ്കിലും ഞാൻ അവനോട് സംസാരിക്കാം, നീ സങ്കടപ്പെടേണ്ട, വരുൺ പറഞ്ഞു. അതെ, നീ തീർച്ചയായും അവനോട് സംസാരിക്കണം. അവൾ പാവമാണ്. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കൂട്ടത്തിലാണ്. പോരാത്തതിന് ഇത് അവളുടെ ആദ്യത്തെ ജോലിയാണ്. യാതൊരു പരിചയവുമില്ല. അതുകൊണ്ട് അവളോട് ഇത്രയും കടുപ്പത്തിൽ പെരുമാറരുതെന്ന് അവനോട് പറയണം. മേഘന അവനുടെ കാര്യത്തിൽ വലിയ ആശങ്കയിലായിരുന്നു. ശരി ശരി, നീ വിഷമിക്കാതിരിക്കും. ഞാൻ അവനോട് സംസാരിച്ചോളാം. ഒരു ദിവസം ഓഫീസിൽ. എന്താണിത്? എന്ത് ഭ്രാന്താണിത്? വിക്രം ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അവൻ്റെ മുന്നിൽ കുറേ പേപ്പറുകൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു. അതിലൊക്കെ അവൻ്റെ ഒപ്പുകളും ഉണ്ടായിരുന്നു. തനിക്കൊട്ടും താല്പര്യമില്ലാത്ത, ജീവൻ പോയാലും ഒരുമിച്ച് ബിസിനസ് ചെയ്യില്ല എന്ന് കരുതിയിരുന്ന കമ്പനി അയച്ച കരാർ പത്രങ്ങളിലും നിബന്ധനകളിലുമാണ് ഇന്ന് അവൻ്റെ ഒപ്പ് വീണിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് അവനൊരു മുൻവരവുമില്ലായിരുന്നു. അടുത്തിരിക്കുന്ന വരുണും ആശങ്കയിലാണ്. കാരണം ആ കമ്പനിയുടെ നിബന്ധനകൾ അനുസരിച്ച് അവർ എങ്ങനെ ഉൽപ്പന്ന ഉണ്ടാക്കി നൽകിയാലും അവർ യാതൊരുവിധ പരിശോധനയും നടത്താതെ അവ വിപണിയിൽ വിൽക്കണം. അവരുടെ വിൽപ്പന കൂട്ടണം. ഒരു പക്ഷേ ഇവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഈ കമ്പനിക്ക് അത് നിയമ നടപടികൾ സ്വീകരിക്കാം. ആ നിബന്ധനകളെല്ലാം ആ പേപ്പറുകളിൽ ഉണ്ടായിരുന്നു. താഴെ വിക്രമിൻ്റെ ഒപ്പും ഉണ്ടായിരുന്നു. അവൻ ദേഷ്യം കൊണ്ട് കൈകൾ മുറുക്കി പിടിച്ചു. ആ പെൺകുട്ടിയെ അകത്തേക്ക് വിളിക്കുക. വിക്രം അടുത്തുനിന്ന് ജീവനക്കാരനോട് അവളെ വിളിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു.
കുറച്ച് സമയത്തിനുള്ളിൽ അവൾ അവൻ്റെ മുന്നിൽ വന്നു നിന്നു. അവൻ അവളെ വളരെ ദേഷ്യത്തോടെയും ക്രൂരതയോടെയും നോക്കാൻ തുടങ്ങി. അവൾ തനിക്ക് ഇത്രയും വലിയൊരു ചതിയാണ് ചെയ്തത്. ഇത് നീ തന്നെയല്ലേ കൊണ്ടുവന്നത്? അന്നത്തെ ദിവസം എൻ്റെ മുന്നിലേക്ക് ഈ പേപ്പറുകൾ നീ തന്നെയല്ലേ കൊണ്ടുവച്ചത്? വിക്രം ദേഷ്യത്തോടെ ആ കരാർ പത്രങ്ങളെല്ലാം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. പേടി കാരണം അവളുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. വിക്രം, നീ എന്തായി കാണിക്കുന്നത്? അല്പം ശാന്തമായി സംസാരിച്ചൂടെ? വരുൺ ഉടനെ തന്നെ അവനെ തടയാൻ ശ്രമിച്ചു. പക്ഷെ അവൻ തൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. അതെ അതെ സാർ, ഞാൻ തന്നെയാണിത് നിങ്ങൾക്ക് തന്നത്. അവൾ വളരെ പേടിയോടെ മറുപടി നൽകി. വിക്രമർമ്മയുടെ കണ്ണുകളിൽ നിന്ന് ദേഷ്യം കനലായി എരിയുന്നുണ്ടായിരുന്നു. ഈ പേപ്പറുകളിൽ എന്നെ കൊണ്ട് ഒപ്പിടുവിക്കാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? നീ എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? അവൻ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. വരുൺ ഇടയിൽ ഒന്നും മിണ്ടാതെ നിന്നു. കാരണം താൻ കൂടുതൽ സംസാരിച്ചാൽ വിക്രമിൻ്റെ ദേഷ്യം കൂടുമെന്ന് അവൻ അറിയാമായിരുന്നു. സാർ, അത് രോഹിത് സാറാണ് ആ ഫയലുകൾ തന്നിട്ട് നിങ്ങളുടെ മുറിയിലേക്ക് പോകാൻ പറഞ്ഞത്. ഒപ്പുവാങ്ങി വരാനും പറഞ്ഞു. അവൾ വളരെ കഷ്ടപ്പെട്ട് തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വിക്രമർമ്മയെ നോക്കാൻ പോലും അവൾക്ക് പേടിയായിരുന്നു. പോയി ആ രോഹിത്തിനെ ഇങ്ങോട്ട് വിളിക്കാൻ വിക്രം ദേഷ്യത്തോടെ അടുത്തുണ്ടായിരുന്ന ജീവനക്കാരോട് ഉത്തരവിട്ടു. 2 മിനിറ്റിനുള്ളിൽ മാനേജർ രോഹിത്തും അവൻ്റെ മുന്നിൽ വന്നു നിന്നു. ഈ പേപ്പറുകൾ നീയാണോ ഇവൾക്ക് കൊടുത്തത്? വിക്രമിൻ്റെ ദേഷ്യം അതിൻ്റെ അത്യുന്നതിയിൽ എത്തിയിരുന്നു. മാനേജർ ആ കരാർ പത്രങ്ങളിലേക്ക് നോക്കി. അത് കേട്ടതും അയാൾ ഒന്ന് സ്റ്റക്കായി. ഇല്ലല്ല സാർ, ഞാൻ ഈ പേപ്പറുകൾ അവൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ അവൾക്ക് നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വേറെ ഫയലുകളാണ് കൊടുത്തത്. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ പെർമിഷന് വേണ്ടി നിങ്ങളുടെ ഒപ്പ് വേണമെന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തയച്ചത്. ഹൈദർ കമ്പനിയുടെ രേഖകൾ ഓഫീസിൽ വന്നപ്പോൾ ഇതും കൂടി സാറിന് കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവൾ ഒപ്പിടേണ്ട ഫയലുകൾ കൂട്ടത്തിൽ ഇതും കൂടി എന്തിനാണ് ഒന്നിച്ചു വെച്ചതെന്ന് തന്നെന്ന് എനിക്കറിയില്ല. അയാൾ ശ്രദ്ധിക്കാതെ അതിലും ഒപ്പിട്ട് കളഞ്ഞു. രോഹിത് പറഞ്ഞതെല്ലാം കേട്ടതും വിക്രമൻ ദേഷ്യം വന്ന് മേശപ്പുറത്ത് ശക്തിയായി ഇടിച്ചു. അവനെ തല്ലി പൊട്ടിക്കണം എന്നത്രയും ദേഷ്യമാണ് അയാൾക്ക് വന്നത്. അവന് പേടി കാരണം 2 ചുവട് പിന്നോട്ട് മാറി. ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരും അയാളുടെ ദേഷ്യം കണ്ട് ഭയന്നു പോയി. പ്ലീസ് വിക്രം, ദയവായി ഒന്ന് ശാന്തനാകും. നമുക്ക് സമാധാനമായി എന്തെങ്കിലും പരിഹാരം ആലോചിക്കാം. ഇതിപ്പോൾ ദേഷ്യപ്പെടേണ്ട സമയമല്ല, ചിന്തിക്കേണ്ട സമയമാണ്. വരുൺ അയാളെ പെട്ടെന്ന് ശാന്തനാക്കാൻ നോക്കി. പക്ഷേ വിക്രത്തിൻ്റെ ദേഷ്യം ഒട്ടും കുറഞ്ഞില്ല. അയാൾ ദേഷ്യം നിറഞ്ഞ കണ്ണുകളോട് അവനിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇറങ്ങിപ്പോ എൻ്റെ കണ്ണു മുമ്പേന്ന് അയാൾ ഉച്ചത്തിൽ അലറി. അടുത്ത് നിന്ന മാനേജറും അയാളുടെ ദേഷ്യം കണ്ട് വിറച്ചുപോയി. പ്ലീസ് അവനി, നിങ്ങളുടെ ക്യാബിനിലേക്ക് പോകും, വരുൺ അവളോട് വളരെ ശാന്തനായി പറഞ്ഞതും അവൾ ഒരു നിമിഷം പോലും വൈകാതെ അവിടെ നിന്ന് മാറി.